മറ്റൊരു തകർപ്പൻ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ബോട്ടിന്റെ ഒരു പവർ ബാങ്ക് ആണ്. ഹെഡ്സെറ്റിന്റെ ബ്രാൻഡിന്റെ കമ്പനിയായ ബോട്ടിന്റെ ആദ്യത്തെ പവർ ബാങ്കിന്റെ മോഡലാണ്. അവരുടെ പരീക്ഷണ മോഡലാണ് ഇത്. നമ്മൾ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 899 രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ അധികം റിവ്യൂ ഒന്നും ഇല്ലെങ്കിലും ഇതിനുള്ള റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ്. കാരണം വാങ്ങിയവർക്കെല്ലാം നല്ല അഭിപ്രായമാണുള്ളത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം, ബോട്ടിൻ്റെ ഒരു പവർ ബാങ്ക്. ഇതിന് 1 ഇയർ ഡൊമസ്റ്റിക് വാറൻറ്റി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബില്ല്. ഇതിന് റേറ്റ് വരുന്നത് 899 രൂപയാണ്. 761 രൂപ പ്രൈസും 137 രൂപ GST അടക്കം 899 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ബോക്സും കൂടി ഉണ്ട്. അത് നമുക്കിനി ഇവിടെ എന്തൊക്കെയോ ഒരു പേപ്പർ ഉണ്ട്, അത് നോക്കാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. അതുപോലെ ബോട്ടിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റാണ്. സ്പീക്കർ, ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള ബോട്ടിൻ്റെ കുറേ പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ്, അതിൻ്റെ ഒരു ആഡാണിത്. ഡാറ്റ കേബിളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് പവർ ബാങ്ക് വരുന്നത്. എവിടെ ഓപ്പൺ ആയേക്കുന്നേ, എവിടെയോ അങ്ങനെ അവിടെ പവർ ബാങ്ക് പുറത്ത് വരികയാണ്. ഇതാണ് സംഭവം. സാധാരണ പവർ ബാങ്ക് പോലെ അവിടെ എവിടെയും എഴുത്തും കുത്തൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ പവർ ബാങ്കാണ്. ഇതിനാകെ ഒരു ബോട്ടിൻ്റെ ഒരു എംബ്ലം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ അതിൻ്റെ വെബ്സൈറ്റും അതുപോലെ ഇതിൻ്റെ ഒരു എനർജി സ്ട്രൂം PB10, അതാണ് പ്രൊഡക്റ്റിൻ്റെ മോഡൽ വരുന്നത്. എനർജി സ്ട്രൂം PB10 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോഡല്. അതുപോലെ ഇതിൻ്റെ പോർട്ട് നോക്കിയാൽ നമുക്കറിയാം 2 ഔട്ട് വരുന്നുണ്ട്. അതുപോലെ ചാർജ് ചെയ്യാൻ 2 ഇന്ന് വരുന്നുണ്ട്. ഒന്ന് നോർമൽ ചാർജർ, പിന്നെ C ടൈപ്പ് ചാർജറിൻ്റെയും പോർട്ട് ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കേബിളും കൂടി ഉണ്ടാകണം. സൈഡിലൂടെ ഒരു കേബിൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. C ടൈപ്പ് കേബിൾ അല്ല ഇത് നോർമൽ കേബിളാണ്. C ടൈപ്പ് നമുക്ക് ആപ്പിൾ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നെങ്കിൽ C ടൈപ്പ് കേബിൾ വേറെ വാങ്ങണം. അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അത് ഇതിന് ചാർജിങ് ഇൻഡിക്കേറ്റർ വരുന്നത് ഈ സൈഡിലാണ്. ഇതിൻ്റെ ഈ ഒരു മൂലയിലാണ് ചാർജിങ് ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ചാർജ് ഫുള്ളാണ്. 4 ഇൻഡിക്കേറ്റർ ഇവിടെ കത്തുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ബോഡി പ്ലാസ്റ്റിക് അല്ല, അലൂമിനിയമാണ്. ഇതിൻ്റെ ബോഡി വരുന്നത് അലൂമിനിയം ബോഡിയാണ്. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മാർട്ട് IC പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ഓവർ ചാർജിൽ നിന്നും ഓവർ ഡിസ്ചാർജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു IC പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ 3 ഫുൾ ചാർജ് ഓൺ ഓൾ ഐഫോൺസ് ആൻഡ് മോസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺസ് എന്ന് വെച്ചാൽ 3 പ്രാവശ്യം ചാർജ് ചെയ്യാൻ എന്നാണ് ഒരു കമ്പനി അവകാശപ്പെടുന്നത്. 3 പ്രാവശ്യം ഒരു ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാം എന്നാണ്. ഓൾ ഐഫോൺസ്, എല്ലാ ഐഫോണും നമുക്ക് 3 പ്രാവശ്യം ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ. മോസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഫോണ് 3 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു 3000 mAh ഒക്കെ ഉള്ളൊരു
ഫോൺ നമുക്ക് ഫുള്ളായിട്ട് 3 പ്രാവശ്യം ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കാരണം ഇതിൽ ചാർജ് വേസ്റ്റായി പോകില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതൊരു വർത്തി പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം ബോട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകരം വയ്ക്കാനില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ബോട്ട് ഇങ്ങനെ ഒരു സംഭവം ഇറക്കുമ്പോൾ അതും ആദ്യമായിട്ടൊരു പവർ ബാങ്ക് ഇറക്കുമ്പോൾ അതൊരു നല്ല പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ്. കാരണം വാങ്ങിയവരെല്ലാം നല്ലൊരു റിവ്യൂ ആണ് ഇതിന് കൊടുത്തേക്കുന്നത്.